പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ കുടുംബങ്ങളെ സന്തോഷമുള്ള ഒരു സ്വർഗീയ അനുഭൂതിയുള്ള കുടുംബമാക്കി മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കാരണവന്മാരൊക്കെ നമ്മളെ വളർത്തി വലുതാക്കി സുന്ദരമാക്കി നമ്മളെയൊക്കെ ആളാക്കിയവരാണ് അവരെ. അങ്ങനെ നമ്മുടെ കേരളത്തിലെ ഒരു കുടുംബ പശ്ചാത്തലം ഇപ്പോഴും കൂട്ടുകുടുംബ സമ്പ്രദായം നമ്മുടെ കുടുംബങ്ങളിൽ നിലനിൽക്കുന്നു. കൂട്ടുകുടുംബ സമ്പ്രദായം നല്ലതാണെന്നുള്ള പക്ഷമൊന്നും എനിക്കില്ല. കൂട്ടുകുടുംബം നല്ലതാണെങ്കിൽ വളരെ നന്ന്, മോശമാണെങ്കിൽ വളരെ മോശമാണ്. അപ്പം അതുകൊണ്ട് അത് ഡിപ്പെൻസ്. മാതാപിതാക്കൾ വിചാരിക്കണം, കല്യാണം കഴിഞ്ഞാൽ മക്കൾ ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കണം എന്ന് നിങ്ങൾ ശാഠ്യം പിടിക്കരുത്, വാശി പിടിക്കരുത്. അവരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വിട്ടേക്കണം. അവരെവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ, എന്നിട്ട് ആഴ്ചയിൽ ഒരു ദിവസം അവർ വന്നോട്ടെ. അപ്പൊ നമുക്ക് സന്തോഷമായിട്ട് സ്നേഹം. നമ്മൾ പറയില്ലേ, സ്വരം ചീത്തയാവുന്നതിന് മുമ്പ് പാട്ട് നിർത്തണമെന്ന്. അതുകൊണ്ട് സ്വരം ചീത്തയാവുന്നത് പാട്ട് നിർത്തുക എന്ന് പറഞ്ഞാൽ, കല്യാണം കഴിഞ്ഞ മക്കള് അവരുടെ ഉത്തരവാദിത്വത്തിൽ ജീവിക്കട്ടെ. ഒരു ദിവസം ഒരു 78 വയസ്സായ ഒരു അമ്മച്ചി കൗൺസിലിങ്ങിനായിട്ട് എൻ്റെ അടുത്ത് വരികയാണ്. എൻ്റെ മകൻ ഭയങ്കര മദ്യപനാണ് സിസ്റ്റർ. അവന്റെ മദ്യപാനം ഒന്ന് മാറ്റാനാണ് കൗൺസിലിങ്ങിനായി ഞാൻ പറയുന്നത്. എന്താണ് എനിക്കൊരു വഴി എന്ന്. അപ്പൊ മോൻ എത്ര വയസ്സുണ്ട്? മോൻ 52 വയസ്സുണ്ട്. എന്നിട്ട് ഈ അമ്മച്ചി പറയാണ് എന്നോട്, കള്ളു കുടിച്ച് ചില നേരത്ത് ബോധമില്ലാണ്ട് വന്ന് അലമാരി മുഴുവനും തല്ലിപ്പൊട്ടിച്ചു സിസ്റ്റർ. എൻ്റെ കൈ കണ്ടോ മുറിഞ്ഞേക്കുന്നത്, ഞാൻ അവരെ പിടിക്കാൻ പോയതാന്ന് പറഞ്ഞ് കാണിച്ചു തരാൻ അമ്മ. എന്നിട്ട് പിന്നാലെ പറയാണ്, സിസ്റ്റർ ഞാൻ ഒരു നേഴ്സിംഗ് സൂപ്രണ്ടായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. ഇപ്പോഴും എനിക്ക് കിട്ടിയ പെൻഷൻ ഈ കൊച്ചുമക്കളുടെ, എനിക്ക് 6 കൊച്ചുമക്കളുണ്ട്, 6 കൊച്ചുമക്കൾക്കും വേണ്ടി ഞാൻ കുറി കൂടുന്നുണ്ട്. നിങ്ങളത് ആലോചിച്ച് നോക്കി. മക്കളെ നോക്കി മക്കളുടെ മക്കൾക്ക് വേണ്ടി കുറി കൂടി സമ്പാദിക്കുന്ന ഒരമ്മമ്മ. ഞാൻ ചോദിച്ചു, പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ചുറ്റുപാട് വിഷമിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും അമ്മ കൊടുക്കാറുണ്ടാ? അയ്യോ എൻ്റെ സിസ്റ്റർ, എൻ്റെ മക്കളെ, എൻ്റെ മോൻ കുടിയനല്ലേ, അതുകൊണ്ട് അവന്റെ മക്കളെ നോക്കാൻ ആരുണ്ടാവുന്ന സിസ്റ്റർ വിചാരിക്കണേ. അപ്പൊ എനിക്കുള്ളതൊക്കെ ആ 2 മക്കൾക്ക് വേണ്ടി ഞാൻ സ്വരു കൂട്ടുന്നത് മുഴുവനെന്ന്. നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ അനാവശ്യമായിട്ട് മക്കൾക്ക് വേണ്ടി സമ്പാദിച്ച് സ്വരു കൂട്ടുമ്പോൾ നിങ്ങളുടെ മക്കൾ ഉത്തരവാദിത്വമില്ലാത്ത മക്കളായിട്ട് മാറും എന്നതിന് ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് നാറക്കണ്ണനും തന്നാലായത്. 1.5 വയസ്സായ കൊച്ചിന് തന്നെ ഭക്ഷണം കഴിക്കാൻ പ്രാപ്തിയാവുമ്പോ വാരി കൊടുക്കരുത്, അവള് തന്നെ വാരി കഴിക്കണം. സ്വന്തം ഉത്തരവാദിത്വത്തിൽ കുഞ്ഞിനെ വളർത്തണം. അവനവന്റെ കാര്യങ്ങള് അവരവർ ചെയ്യാനായിട്ട് പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. അപ്പൊ മാതാപിതാക്കൾക്ക് കാശുണ്ട്, 5 തലമുറയ്ക്ക്, ചില മാതാപിതാക്കൾ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട്, 5 തലമുറയ്ക്ക് തിന്നാനുള്ള കാശുണ്ട്, പിന്നെ എന്തിനാണ് നീ കഷ്ടപ്പെടുന്നത്, നീ എന്തിനാ പഠിക്കണേ, പിന്നെ നീ എന്തിനാ കഷ്ടപ്പെടണേ, നീ എന്തിനാ ബുദ്ധിമുട്ടണേ, അതൊക്കെ എൻ്റെ ഉണ്ട് സിസ്റ്ററിന് വലിയ അഹങ്കാരത്തോടുകൂടി ചില മാതാപിതാക്കൾ പറയാറുണ്ട്. അവരുടെ മക്കൾ ഒരിക്കലും ഗുണം പിടിക്കില്ല. അപ്പൊ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി മക്കളെ വളർത്തുക. നിങ്ങൾക്ക് ദൈവം തന്നത് എല്ലാം മക്കൾക്ക് വേണ്ടി പങ്കുവയ്ക്കാൻ മാത്രമുള്ളതല്ല. മക്കളെ പോലെ സാധ്യത ലഭിക്കാതെ, സാഹചര്യം ഇല്ലാത്തതിന്റെ പേരില് നശിച്ചു പോകുന്ന ഒരുപാട് മക്കളുണ്ട്. ഒരപ്പന്റെ സ്നേഹം അറിയാതെ, ഒരു അമ്മയുടെ സ്നേഹം അറിയാതെ സാമ്പത്തിക പരാധീനതകളുള്ള ഒരുപാട് ആളുകൾ ഈ ലോകത്തുണ്ട്. അപ്പൊ നമ്മുടെ ഒരു ഷെയർ അങ്ങനെയുള്ള ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ കൂടുതൽ ഉത്തരവാദിത്വ ബോധത്തിൽ ജീവിക്കാനായിട്ട് കാരണമാകും എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്ദി.